നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ലീഗും വീക്ഷിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും ഞങ്ങളും എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലക്ക് എന്ത് അഭിപ്രായം പറഞ്ഞാലും അവസാനം അവരെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞ പാർലമെൻറ്റിലൊക്കെ ഉണ്ടായ വിജയം പോലെ തെരഞ്ഞെടുപ്പ് വിജയത്തിലെത്തിക്കാൻ അവർക്ക് കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ, ഈ മുന്നണികൾ തന്നെയാണല്ലോ കേരളത്തിലുള്ളത്. വമ്പൻ വിജയമല്ലേ ഉണ്ടായത്, ബൈ ഇലക്ഷനിലും ഉണ്ടായി. അതുകൊണ്ട് അത് സംബന്ധിച്ച് അതിൽ കടന്ന ആശങ്കക്ക് അവകാശമില്ല. അല്ല, അതിൽ കടന്ന ആശങ്കക്ക് പിന്നെ അവകാശമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയും. അതിനുള്ള കാര്യങ്ങളേ ഉള്ളൂ എന്നാണ് അർത്ഥം. അത് വസ്തുതകളെ വെച്ച് പറഞ്ഞതാണ്, CPM-ന്റെ അടുത്തുള്ള കണക്കല്ല, അന്തതല്ലാത്ത കണക്ക് ഉപയോഗിച്ച് പറഞ്ഞതാണെന്ന് അദ്ദേഹത്തിന്റെ നിലപാട് ആവർത്തിക്കുകയാണ്. അല്ല, അത് സംബന്ധിച്ച് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ കോൺട്രവേഴ്സി അപ്പടി നിലനിർത്താൻ ആഗ്രഹമില്ല. കാരണം അദ്ദേഹം ഒരഭിപ്രായം പറഞ്ഞു, അതിൻ്റെ സാഹചര്യം അദ്ദേഹം വിശദീകരിച്ചു. അത് കോൺഗ്രസ് പാർട്ടി അതിപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫർദറായിട്ട് നമ്മൾ മറ്റൊരു പാർട്ടി ആ വിഷയത്തിൽ കൂടുതൽ കോൺട്രവേഴ്സിക്ക് നിൽക്കുന്നില്ല. CPM-ന്റെ വ്യവസായ നയം മുൻകാലങ്ങളിൽ നിന്നും മാറിയതായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതൊരു വ്യവസായ മന്ത്രിയായിരുന്നു. പഴയ CPM-ന്റെ അത്തരത്തിലുള്ള ഒരു പിന്തിരിപ്പൻ നയങ്ങളിൽ നിന്ന് മാറി അത് കുറച്ചുകൂടി വ്യവസായ സൗഹൃദമായ നയങ്ങളിലേക്ക് മാറിയിട്ടുണ്ടോ? അല്ല, അത് ഇപ്പോൾ രാജ്യത്തുള്ള ചർച്ചയാണല്ലോ. പണ്ട് CPM-ഉം ഇടതുമുന്നണിയും എടുത്തിരുന്ന നയം എല്ലാ കാര്യങ്ങളിലും എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാലോ. ഉദാഹരണമായിട്ട് സ്വാശ്രയ സ്ഥാപനങ്ങൾ, പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ സ്വാശ്രയ മേഖലയിൽ, സ്വകാര്യ മേഖലയിൽ അനുവദിച്ചപ്പോൾ എന്ത് സമീപനം അവരെടുത്തിരുന്നത്? ഇവിടെ വലിയ ബഹളം ഉണ്ടായത് അതിനല്ലേ, സമരം ഉണ്ടായത് അതിനല്ലേ. ആ നയം മാറിയില്ലേ? ആ നയം മാറി. അപ്പോൾ ഇവിടെ നയമാറ്റം സംഭവിച്ചിരിക്കുന്നത് അവർക്ക് തന്നെയാണ്. പണ്ടേ അവർ ഈ കാര്യത്തിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക്, പോസിറ്റീവ് ഞാൻ പറയുന്നില്ല, ഒരു ഗിവ് ആൻഡ് ടേക്ക് സമീപനം എടുത്തിരുന്നെങ്കിൽ കേരളം ഇന്ന് എവിടെയോ എത്തുമായിരുന്നു. എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഈ വിഷയത്തിൽ അവരുടെ സമീപനം നെഗറ്റീവായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പോസിറ്റീവ് ആണ് എന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റം അവർക്കാണ്. അതൊന്നും ഇന്ന് ചർച്ച ചെയ്തിട്ടില്ല. ഇല്ല, ഇന്ന് ആ വക ചർച്ചകളൊന്നും ഉണ്ടായിട്ടേ ഇല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ളതാണല്ലോ, അതാണ് തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത്. മറ്റു ആലോചനകളൊന്നും ഇപ്പം ഉണ്ടായിട്ടില്ല. 27-ാം തീയതി UDF ഉണ്ട്, 27-ന് UDF ഉണ്ട്. സ്വാഭാവികമായി ഉദയകക്ഷി ചർച്ചയും നടക്കും, UDF ആയിട്ടുള്ള ആലോചനകളും നടക്കും. ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്യും. UDF വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും. സ്ഥാനാർത്ഥിത്വ നിർണയത്തിന്റെ ഘട്ടത്തിൽ എത്തിയിട്ടില്ല, ഇപ്പം അത് ചർച്ച ചെയ്തിട്ടില്ല. ഇല്ല, പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗമല്ല അത് മതസംഘടനകളും സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഒരു യോഗം തങ്ങൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ കപ്പാസിറ്റിയിൽ അതിൻ്റെ ചെയർമാൻ എന്നുള്ള ആൾക്ക് വിളിച്ചു കൂട്ടുന്നത്. സാമുദായിക സംഘടനകളുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന സൗഹാർദ്ദ വേദി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആർക്കെങ്കിലും 3 ടേമിൽ ഇളവ് കൊടുത്തു, കഴിഞ്ഞ ആർക്കും കൊടുത്തില്ലായിരുന്നു, പക്ഷെ നിയമസഭയിൽ മലയാളികൾക്ക് കൊടുത്തു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പം നിലവിലുള്ള സ്ഥിതിഗതികൾ ആണ് കഴിഞ്ഞ ദിവസം തങ്ങൾ എടുത്ത് പറഞ്ഞത്. മറ്റ് നിയമസഭയോ അല്ലെങ്കിൽ മറ്റൊന്നും ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നിട്ടില്ല, ഇന്ന് വന്നിട്ടില്ല. എന്താ പറഞ്ഞത്?
അല്ല അതെ, അതിപ്പോൾ നമ്മൾ ആലോചിക്കാത്തൊരു വിഷയങ്ങൾ ചോദിച്ചാൽ ഇപ്പോൾ പ്രസക്തിയില്ല. അതിൻ്റെ അത് പിന്നെ ഈ നിലവിൽ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തു, ആ വിഷയത്തിലേക്ക് ചർച്ച പോയിട്ടായിരുന്നു. കുന്നമംഗലം സീറ്റ് പ്രവാസി അസോസിയേഷൻ വിട്ടുകൊടുക്കാനാണ് അദ്ദേഹം ധാരണയായിട്ടുള്ളത്. പ്രാദേശികമായിട്ട് കോൺഗ്രസും ലീഗൊക്കെ ഉന്നയിക്കുന്നുണ്ട് കുന്നമംഗലം. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം അസംബ്ലി സീറ്റുകൾ ഏതൊക്കെ പാർട്ടികൾ എന്നുള്ളത് ആലോചനക്ക് വന്നിട്ടില്ല, സീറ്റ് വിഭജനം വന്നിട്ടില്ല. അതിന് അതിന് കൂടുതൽ മറുപടി പറയേണ്ട ആവശ്യമില്ല, അപ്രസക്തമായ ചോദ്യമാണ്. അങ്ങനെ ഒരു വിഷയം തന്നെ ആലോചനക്ക് പോലും വന്നിട്ടില്ല. അതല്ലാതെ സ്വാഭാവികമായി തന്നെ ബുദ്ധിശൂന്യതയാണ്. ഇപ്പം ഉണ്ടോ അങ്ങനെ ഒരു വിഷയം ആലോചിക്കൽ? അന്തരീക്ഷത്തിൽ നിർത്തിട്ട് സീറ്റുകളുടെ കാര്യമൊന്നും ആലോചിക്കുന്ന ഒരു വിഷയവും വന്ന് എല്ലാവർക്കും അറിയാലോ. ഒരു രാഷ്ട്രീയ പാർട്ടി എപ്പോൾ ആലോചിക്കുന്നുണ്ടാവും? ആരും എത്തിയില്ല. കോൺഗ്രസ് ലീഡർഷിപ്പിൽ ലീഗാണ്. സ്വാഭാവികമായിട്ട് ലീഗ് കോൺഗ്രസ് ബന്ധത്തിലൊക്കെ പഴയതുപോലെയുള്ള ഒരു ഊഷ്മളത ഉണ്ടോ? കോൺഗ്രസ് നേതൃത്വം കുറച്ചുകൂടി ഒരു ലീഗിനെ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ടതല്ലേ? അങ്ങനെ പരിഗണിക്കുന്നില്ല എന്നൊരു ഫീലിംഗ്. അങ്ങനൊന്നുമില്ല. ഇപ്പോൾ പരസ്പര സഹായം എന്ന് പറഞ്ഞത് പരസ്പരമുള്ള ശാക്തിക ബന്ധങ്ങളുടെ പിന്നെ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതല്ലേ. അപ്പോൾ ഇതിലൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ലീഗും കോൺഗ്രസും തമ്മിൽ എല്ലാ കാലത്തും ഉണ്ട്. അതിൽ പരിഗണനക്കുറവൊക്കെ ഞങ്ങളോട് വരും എന്നൊരു തോന്നലേ ഞങ്ങൾക്കില്ല. അതൊന്നും അങ്ങനത്തെ ആശങ്കകളൊന്നും ലീഗിനില്ല. ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ അവസ്ഥ ഒക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അതിന് വല്ല അഭിപ്രായവും പറയാനുണ്ടെങ്കിൽ പാർട്ടി ആലോചിച്ച് അതിൻ്റെ വേദിയിലും അല്ലെങ്കിൽ ബൈലാറ്ററൽ ടോക്കിലും ഒക്കെ അത് പറയും. അതിപ്പോൾ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് നടത്തേണ്ട ഒരു വിഷയം ഇപ്പോൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് അത് പറയാം.